നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരെ നശിപ്പിച്ച ഒരു കാറാണ് ഈ കാണുന്നത്. ഈ ഒരു പാവപ്പെട്ടവൻ ഈ വാഹനം വാഹനം മറിച്ച് കൊടുക്കുകയും അതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ഇദ്ദേഹത്തിന്റെ പുരയിടത്ത് തന്നെ നടന്ന ഈ വാഹനം ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരെ നശിപ്പിച്ച കാറാണ്. ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം ഈ കാറാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആഷിഖിനോടൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം ആഷിഖ്. നമസ്കാരം. എന്താണ് സംഭവം നടന്നത്? മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ ആ സംഭവം മിനിഞ്ഞാന്ന് രാത്രി നടക്കുന്നു. ഞാൻ രാവിലെ വണ്ടി കച്ചവടമായ വണ്ടിയാണ്. 75,000 രൂപയ്ക്ക് കച്ചവടമായ വാഹനമാണ്. ഇതിപ്പോൾ ഇപ്പൊ ഞാൻ സാധനം ആദ്യക്കാട്ട് കുളങ്ങര പോയി എടുത്തോണ്ട് വരിക. ഇത് ശശി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് പാച്ചന്റെ വർക്ക്ഷോപ്പാണ്. 25,000 രൂപയുടെ സാധനം ഞാനിപ്പോ മേടിച്ച് വണ്ടിക്ക് 1 ലക്ഷം രൂപ ആയി. ഇനി എനിക്ക് വിറ്റാൽ ഇത് മുതലാവത്തില്ല. ഇടത്തരക്കാരല്ല, ഇത് ആര് ചെയ്താലും ഇടത്തരക്കാർ ഒരിക്കലും ചെയ്തെന്ന് ഞാൻ പറയത്തേ ഇല്ല. എന്റെ നാടാണ്. പക്ഷെ സാമൂഹ്യ വിരുദ്ധർ ആര് ചെയ്താലും നല്ലൊരു പരിപാടിയെ കാണിച്ചു വെച്ചത്. ഈ മഴക്കാലമായിട്ട് ഈ വണ്ടി ഞാൻ അവിടെ കിടന്ന് നനഞ്ഞാൽ ഇനിയും പണിയാവും. ഗ്ലാസുകൾ ഒന്നുമില്ല. ഞാൻ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് നമ്മുടെ SP കൊല്ലം റൂറൽ SP ഞാൻ വിളിച്ച് പറയാൻ കാരണം നമ്മുടെ പത്തനംതിട്ടയിലെ 2 SP സ്പെഷ്യൽ ബ്രാഞ്ച് SP. ആ 2 വ്യക്തികളും എന്നെ സ്പോട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചത് നിന്റെ ഏരിയ ഏത് ഭാഗത്താ മോനെ എന്നാ ചോദിച്ചത്. അത് ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ലോ കേട്ടോ, സ്നേഹബന്ധമുണ്ട് അവരുമായിട്ടുള്ള. അവരെന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു എന്ത് പറ്റി. ഞാൻ പറഞ്ഞു സാറേ നമ്മുടെ വണ്ടി അടിച്ചു പൊട്ടിച്ചേക്കും, ഞങ്ങൾ വരട്ടോ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞ് മോനെ എവിടാ വീടെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആ 2 വ്യക്തികളും പേര് ഞാൻ പറയത്തില്ല, സ്പെഷ്യൽ ബ്രാഞ്ച് SP ആണ് പത്തനംതിട്ട. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മോനെ നിന്റെ പരിധി ഏതാണ്. പരിധി ഞാൻ പറഞ്ഞു പത്തനാപുരം SHO. പത്തനാപുരം SHO ആണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, കൊല്ലം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് SP വിളിക്കാം. അപ്പോഴേ ബിനിൽ ബാബു എന്ന് പറയുന്ന ആളിനെ വിളിച്ചു. ബിനിൽ ബാബു SP സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു CS സാറിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ പേന കൊണ്ടല്ല പരാതി എഴുതി, DTP എടുത്ത് പ്രിന്റ് ചെയ്ത് ഞാൻ പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഈ ഞാൻ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന സ്കൂൾ സംബന്ധമായ വ്യക്തികൾ മൊത്തവും അവിടെ ഉണ്ട്. ഞാൻ CS സാറിന്റെ അടുത്ത് പോയി കണ്ടിട്ട് ചോദിക്കുന്നത് SP വിളിച്ചായിരുന്നു ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു SP ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഫോൺ. നമ്മുടെ ബിനിൽ ബാബു സാറിന്റെ ഫോൺ ഹോൾഡിംഗ് വെച്ചിട്ടാണ് ഞാൻ കയറുന്നത്. ഞാൻ തിരിച്ചിറങ്ങിയിട്ട് പറഞ്ഞു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് സാറേ. അപ്പൊ പറഞ്ഞു ശരി നിങ്ങൾ പൊക്കോളൂ. പക്ഷെ ഈ 24 hours ആയിട്ട് ഇതുവരെ ആ SHO ബിജു സാറിന്റെ സ്റ്റേഷൻ പരിധിയിലിരിക്കുന്ന ഒരു പോലീസുകാരൻ പോലും ഈ വണ്ടി വന്ന് കണ്ടിട്ടില്ല. ഈ വണ്ടി അവിടെ കിടന്ന് ഇനി നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും 40,000 രൂപ നഷ്ടം വരുത്തുകയും. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വന്നൊരു വ്യക്തി ഇതുവരെ എനിക്കൊരു ഫോൺ SHO ബിജു സാർ പത്തനാപുരം പോലീസ് പരിധിയിലുള്ള ഏരിയയിലായിരുന്നു അല്ലേ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ, 2 ദിവസമായിട്ടും ഇടത്തറയിൽ ഇത്രയ്ക്ക് ഒരു അനീതി ഒരു പ്രവൃത്തി നടന്നിട്ട് പോലും ഇദ്ദേഹത്തെ നിരന്തരമായി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അന്നേ രാത്രി തന്നെ ഈ വാഹനം അടിച്ച് പൊട്ടിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല പത്തനാപുരം പോലീസ് അധികാരികൾ അറിയാനും കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം പരാതിയുമായിട്ട് വന്നായിരുന്നു. 24 മണിക്കൂറായിട്ടും പത്തനാപുരം പോലീസിൽ നിന്നും ഒന്ന് വിളിക്കുകയോ സംഭവ സ്ഥലത്ത് വന്ന് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിയത്തില്ല. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഷിഖിനോടൊന്ന് ചോദിക്കാം. ആഷിഖ്, പത്തനാപുരം പോലീസ് വിളിക്കുകയെല്ലാം ചെയ്തായിരുന്നു? പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഡയറക്റ്റ് എന്റെ ഒരു പ്രിയ സഖാവ് ഉണ്ണി പുതുവൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തും എന്റെ കൂടെ ഉണ്ട്. ആ സുഹൃത്തിന് ഞാൻ വേറൊരു ആവശ്യമായിട്ട് പോകുമ്പോഴാണ് SP ബിനിൽ ബാബു സാറും എന്നെ വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല. ഈ 2-3 SP മാരും എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചത്. ഞാൻ അപ്പോൾ മോനെ എന്തോ പറ്റിയെന്ന് എന്നോട് ചോദിച്ചത്. അത് എന്റെ സുഹൃത്തു ബന്ധങ്ങളാണ്. ഇപ്പൊ ബിനിൽ ബാബു സാറും എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് എന്തോ ആഷിക്ക് പ്രശ്നം. ഞാൻ പറഞ്ഞു ഇന്ന പോലെ സാറേ കാര്യം എന്റെ വണ്ടി അടിച്ചു പിടിച്ചിട്ടേക്കുക. മോനെ നീ പരാതി കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പരാതി കൊടുത്തില്ല. പരാതി പ്രിന്റ് ചെയ്തോണ്ടിരിക്കുക. ഞാനും എന്റെ ഒരു എന്നെ DFI കാരനാണ് പക്ക. എന്റെ കൂടെ വന്നത് ഒരു ഉണ്ണി പുതുവൽ എന്ന് പറയും. ആ കക്ഷി ഇവിടെ ഉണ്ട് സാക്ഷി. ആ കക്ഷി ഇപ്പൊ മഴ കാരണം വണ്ടി വരാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുക. അല്ലെങ്കിൽ ആ കക്ഷിയെ ഞാൻ ഇതിൽ കാണിച്ചേനെ. ഞാൻ കൊണ്ടു കൊടുത്തു. ആഷിക്ക് എവിടെ ഈ വാഹനം നിർത്തിയിട്ടത്? സ്വന്തം അല്ല, ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ഷൈജു ബാബുദ്ദീൻ എന്ന് പറയുന്ന ഒരാളെ മാമിയുടെ വസ്തുവാണ്. ഞാൻ മാമിയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടാണ് ഈ വണ്ടി സ്വന്തം ബന്ധുവിന്റെ വസ്തുവിൽ തന്നെയാണ് ഈ വാഹനം എന്ന് കൊണ്ടിടാറുള്ളത് അല്ലേ? ഷൈജു ബാബുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് കല്യാണം കഴിച്ചേക്കുന്നത് നമ്മുടെ മാമിയുടെ മോളെ. അവിടാണ് ഈ വണ്ടി ഇടുന്നത്. ആ വണ്ടി ഇത് മാത്രമല്ല, എനിക്ക് ഇനിയും വാഹനങ്ങളുണ്ട്. ഇതെല്ലാം സ്കൂൾ ജംഗ്ഷനിലാണ് വെക്കുന്നത്. ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്നത് എന്ത് ധൈര്യത്തിൽ എന്ന് വെച്ചാൽ ഞാൻ അവിടുത്തെ സ്വദേശിയാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഇത് ഇട്ടിട്ട് പോയത്. ഞാൻ പിറ്റേ ദിവസം രാവിലെ വണ്ടി കസ്റ്റമർ വന്നു കൊടുക്കാൻ പോകുമ്പോൾ വണ്ടിയുടെ അവസ്ഥ ഇതാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. ഈ വണ്ടിയുടെ വില ഇപ്പം 1-ന് പുറത്തായി. ഇനി ഇത് എങ്ങനെ ഞാൻ കൊടുത്ത് മുതലാക്കും? അതുകൊണ്ട് ഈ വാഹനം ഇനി ഞാൻ വിൽക്കത്തില്ല. അതിപ്പോ ഏകദേശം എത്രായിരം രൂപയുടെ പണി കാണും ഈ ഒരു വാഹനത്തിൽ? ഇപ്പൊ തന്നെ 25 രൂപ നെറ്റ് ഗ്ലാസുകൾ മാത്രമായിട്ടുണ്ട്. 25 പാർട്സിന് 17,000 രൂപയുടെ പണിയുണ്ട്. എങ്ങനെയായാലും 40,000-40,000 രൂപ അടുപ്പിച്ച് പണി വരും. പറയേണ്ട മറ്റൊരു കാര്യം,
ഇദ്ദേഹം ഈ വാഹനം കൊണ്ടിറങ്ങുന്നത് ഇദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയാണ്, ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാണ്, ഇദ്ദേഹത്തിന്റെ ജോലിയാണിത്. ഇരുട്ടിന്റെ മറവിൽ ഏത് സാമൂഹ്യ വിരുദ്ധം ചെയ്താലും ശുദ്ധ തെമ്മാടിത്തരം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എടുത്തോണ്ട് പോയവർ എന്റെ ബാറ്ററിയും കൂടെ എടുത്തോണ്ട് പോയി. എന്നോട് സഹോദരൻ ക്യാമറയും കൂടെ ഇങ്ങോട്ട് വന്ന് ഇനി കാണിച്ചു തരാം. ഇതിന്റെ ബാറ്ററി പോലും എന്റെ അടുത്ത് ദ്രോഹം ഇങ്ങനെ കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു ബാറ്ററിക്ക് 3500 രൂപ വിലയാണ്. 3500 രൂപ ബാറ്ററിയിലെ വിലയാണ്. ബാറ്ററി വരെ രാഖി രാമായണം എടുത്തോണ്ട് പോയേക്കുക. മൊത്തം കത്തുവാളിന് വെട്ടിപ്പൊട്ടിച്ചേക്കുക. കത്തുവാളിന് ഞാൻ എന്ത് ദ്രോഹമായി ഇവരോട് ചെയ്തത്? എന്നെ ജീവിക്കാൻ വിടത്തില്ല. എന്ത് ദ്രോഹമായി ഇവന്മാർ ചെയ്തത്? എന്റെ ബാറ്ററി വരെയാണ് കൊണ്ടുപോയേക്കുന്നത്. എന്തൊരു മര്യാദയുള്ളവരാ. ഞാൻ എപ്പോഴും അവരെ ഒന്നും അടിക്കാനോ ഇടിക്കാനോ ശത്രുതയ്ക്കോ ഒന്നിനും പോയിട്ടില്ല. പിന്നെ ഒരു കർണത്തൊരുത്ത് അടിച്ചാൽ മറ്റു കർണം കൊടുത്ത് കാണിച്ചു കൊടുക്കാൻ ഗാന്ധിജിയൊന്നുമല്ല. എന്റെ നേരെ വന്ന് ചെയ്താൽ ഞാൻ ചെയ്തേനെ. ഞാൻ അറിയാതെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ ചെയ്യാൻ പറ്റാത്ത കഴിവില്ലാത്തവർ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വാഹനം ഇനി വിൽക്കുന്നതല്ല, ഇനി വിൽക്കത്തില്ല, എന്റെ വീട്ടിൽ കാണും. അത്രേ എനിക്ക് പറയാനുള്ളൂ. സന്തോഷമായി ചെയ്തവർക്ക് സന്തോഷമായി ജീവിക്കണം. ഇങ്ങനെയുള്ള യുവാക്കള് പുതിയ പുതിയ സംരംഭത്തിലേക്ക് മുന്നോട്ട് വരുന്നത് കണ്ട് എന്തായാലും സാമൂഹിക വിരുദ്ധർ ചെയ്ത ഈ ഒരു കൊടും ക്രൂരത, വണ്ടി നമ്പർ അടക്കം നമുക്ക് കാണിച്ചു തരാം. ഇനിയും ഇവർക്ക് വേണ്ടെന്ന് എന്തായാലും പത്തനാപുരം പോലീസുകാർ ഇടപെട്ട് ഈ ഒരു വാഹനം ഇത്രത്തോളം നശിപ്പിച്ച ഈ സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന നടപടി തന്നെ കൊടുക്കണമെന്ന് നമുക്ക് പറയാനുള്ളൂ. ക്യാമറമാൻ ഷാഫിക്കൊപ്പം റിപ്പോർട്ടർ സുജീഷ് പത്തനാപുരം, റൺ മീഡിയ ന്യൂസ്.